രാജ്യാന്തര നൃത്തവിദ്യാലയമായ കലാഞ്ജലിയിലെ കലാകാരികൾ അവതരിപ്പിക്കുന്ന ഭരതനാട്യത്തിന് ചെറുവത്തൂരും വേദിയാകുന്നു. ജനുവരി 3 വൈകുന്നേരം 7 മണി മുതൽ കോവൽ AUPS ഗ്രൗണ്ടിലാണ് നൃത്തസന്ധ്യ. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ലോകപ്രശസ്ത കഥകളി ഭരതനാട്യം കലാകാരൻ KP കുഞ്ഞിരാമൻ കാലിഫോർണിയയിലും ചെന്നൈയിലുമായി സ്ഥാപിച്ച കലാഞ്ജലി നൃത്തവിദ്യാലയത്തിലെ കാതറിൻ കുഞ്ഞിരാമൻ, KP യശോദ എന്നിവരുടെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിച്ച കലാകാരികളാണ് നാട്യം 2024 എന്ന പേരിൽ ഭരതനാട്യവുമായി ചെറുവത്തൂരിലുമെത്തുന്നത്. ജനുവരി 3 വൈകുന്നേരം 7 മണി മുതൽ കോവൽ AUP സ്കൂൾ ഗ്രൗണ്ടിൽ അരങ്ങേറുന്ന നൃത്തസന്ധ്യയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവലിലെ VV സ്മാരക കലാവേദിയാണ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കലാകാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ലാസ്യ കലാവിരുന്നിന് വേദിയൊരുക്കുന്നത്. കഥകളിയുടെ കുലപതിയായ ഗുരു അമ്പുപണിക്കരുടെ പൗത്രിയും KP കുഞ്ഞിരാമന്റെ മരുമകളുമായ യശോദ ഏറെക്കാലത്തിനു ശേഷമാണ് ജന്മനാട്ടിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാൻ എത്തുന്നത്. യശോദയുടെയും സംഘത്തിന്റെയും നാട്യപരിപാടിക്ക് ഇതാദ്യമായാണ് കേരളം തന്നെ വേദിയാകുന്നതെന്നും അണിയറക്കാർ അറിയിച്ചു. നെല്ലിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നൃത്തസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. ഹൈദരാബാദ്, തിരുപ്പതി, അതുപോലെ ചെന്നൈയിൽ രണ്ട് സ്ഥലത്ത് 23-നും 29 അപ്പോൾ സ്വദേശമായ ചെറുത്തുകൾക്ക് പ്രസ്തുത ഡാൻസ് പീരീഡുകളൊക്കെ കാണുന്നു. കലാവേദികളെ സമീപിക്കുകയും കലാവേദി സ്റ്റേജിൽ ഒരുക്കാനും കാര്യങ്ങൾ നടത്താനും അവരുടെ VV സ്മാരക കലാവേദി പ്രസിഡന്റ് KK നായർ, സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ, CM ശ്യാമള, T സുകുമാരൻ എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി നാട്യം 2024 വിശദാംശങ്ങൾ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.